നമസ്കാരം. ലോകകപ്പുകൾ കഴിഞ്ഞാൽ ICCയുടെ ഏറ്റവും വലിയ ടൂർണമെന്റായ ചാമ്പ്യൻസ് ട്രോഫി അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുകയാണ്. ഹൈബ്രിഡ് മോഡലിൽ നടക്കാനിരിക്കുന്ന ടൂർണമെന്റിന്റെ ഫിക്സ്ചർ ഈ ആഴ്ച തന്നെ പ്രഖ്യാപിച്ചേക്കും എന്നാണ് വിവരം. പാകിസ്ഥാനൊപ്പം ദുബായി ആയിരിക്കും മത്സരങ്ങൾ വേദിയാവുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെന്റിലെ പ്രധാന കിരീട ഫേവറേറ്റുകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ്. കൂടാതെ ഇംഗ്ലണ്ടും കിരീട സാധ്യതയിൽ മുമ്പിൽ തന്നെയുള്ള ടീമുകളിലൊന്നാണ്. എന്നാൽ ഇവരൊന്നുമാകില്ല, മറിച്ച് ആതിഥേയരും നിലവിലെ ചാമ്പ്യന്മാരുമായ പാകിസ്ഥാൻ ആയിരിക്കും ഇത്തവണ കിരീടം നേടിയെടുക്കുകയെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ക്രിക്കറ്റ് നിരീക്ഷകരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും ഇതും അടിസ്ഥാനപ്പെടുത്തിയാണ്. 2017 ഇംഗ്ലണ്ടിൽ നടന്ന അവസാന എഡിഷനിൽ ഇന്ത്യയെ 180 റൺസിന് പരാജയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ കിരീടമണിഞ്ഞത്. ഇത്തവണ ടൂർണമെന്റിൽ അവരെ കിരീട ഫേവറേറ്റുകളാക്കി മാറ്റുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സമീപകാലത്ത് വലച്ചിരുന്ന പ്രധാന ദൗർബല്യങ്ങളിൽ ഒന്ന് മികച്ച ക്യാപ്റ്റന്റെ അഭാവമായിരുന്നു. മുൻ നായകനും വിക്കറ്റ് കീപ്പറുമായ സർഫറാസ് അഹമ്മദിന് ശേഷം നല്ലൊരു ക്യാപ്റ്റൻ പാക് ടീമിനുണ്ടായിട്ടില്ല. ബാബർ അസം ഉൾപ്പെടെ പലരെയും പാകിസ്ഥാൻ പരീക്ഷിച്ചെങ്കിലും ആരും പ്രതീക്ഷയ്ക്കൊത്ത ഉയർന്നതുമില്ല. എന്നാൽ ഇപ്പോൾ വിക്കറ്റ് കീപ്പറായ മുഹമ്മദ് റിസ്വാനിലൂടെ പാക് ടീമിന് മികച്ചൊരു നായകനെ ലഭിച്ചിരിക്കുകയാണ്. അടുത്തിടെ പാക് ടീമിന്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റനായി ചുമതലയേറ്റെടുത്ത റിസ്വാൻ മികച്ച രീതിയിലാണ് ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കീഴിൽ തുടർച്ചയായി 3 ഏകദിന പരമ്പരകൾ സ്വന്തമാക്കാനും പാകിസ്ഥാന് സാധിച്ചിരുന്നു. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്നിവരെ അവരുടെ നാട്ടിൽ വെച്ചാണ് പാകിസ്ഥാൻ കെട്ടുകെട്ടിച്ചത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ റിസ്വാന്റെ മിടുക്ക് അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ ഒരു പ്രകടനം. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറുന്നില്ല എന്നതാണ് റിസ്വാനെ ക്യാപ്റ്റൻ എന്ന നിലയിൽ സ്പെഷ്യലാക്കി മാറ്റുന്ന മറ്റൊരു ഘടകം. കൂടാതെ ബാറ്റിങ്ങിലും ടീമിന് വേണ്ടി നിർണായക സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്വാന് കീഴിൽ പാക് ടീം അടുത്ത ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയാൽ അത്ഭുതപ്പെടാനാകില്ല. ശക്തമായ ബാറ്റിംഗ് ലൈനപ്പാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ കിരീട ഫേവറേറ്റുകളാക്കുന്ന രണ്ടാമത്തെ കാരണം. സൈം അയൂബിലൂടെ ബാറ്റിംഗിൽ പുതിയൊരു ഹീറോയെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സമാപിച്ച 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ അദ്ദേഹം 2ലും സെഞ്ചുറിയും കുറിച്ചിരുന്നു. കഴിഞ്ഞ പരമ്പരയിൽ നിരാശപ്പെടുത്തിയെങ്കിലും പാക് ക്രിക്കറ്റിലെ മറ്റൊരു കഴിവുറ്റ ബാറ്ററാണ് അബ്ദുള്ള ഷഫീഖ്. കൂടാതെ സൂപ്പർ താരം ബാബർ അസമും ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനും കഴിവ് തെളിയിച്ച മാച്ച് വിന്നർമാരാണ്. യുവതാരങ്ങളായ തയബ് താഹിർ, കമ്രാൻ ഖുലാം എന്നിവരിലും പ്രതീക്ഷയുണ്ട് പാകിസ്ഥാന്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് ലൈനപ്പിൽ ടോപ്പ് 6 വരെ വളരെ മികച്ചതാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പാകിസ്ഥാൻ ക്രിക്കറ്റിൽ പ്രതിഭാധനരായ ഫാസ്റ്റ് ബോളർമാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് പേസർമാരുടെ കാര്യത്തിൽ പഞ്ഞമില്ല. കൂടാതെ പുതിയ സ്പിന്നർമാരും ഇപ്പോൾ പാക് ടീമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അബ്രാർ അഹമ്മദും സുഫിയാൻ മുഖീമുമാണ് സ്പിൻ ബൗളിംഗിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാന കണ്ടെത്തലുകൾ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ പാക് ബൗളിംഗിലെ തുറുപ്പുചീട്ടുകളായി മാറാൻ സാധിക്കുന്നവരാണ് ഈ 2 പേരും. ഇവർക്കൊപ്പം പേസ് നിരയിൽ ഷഹീൻ അഫ്രീഡി, ഹാരിസ് റൌഫ, നസീം ഷാ എന്നിവർ കൂടി ചേരുന്നതോടെ പാക് ബൗളിംഗ് നിര അപകടകാരികളായി മാറുകയും ചെയ്യും.